ഈ ഒരു പാൽപ്പത്തിരിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്ത സമയത്ത് കുറച്ച് പേരെൻ്റെ അടുത്ത് ഈ ഒരു ബീഫിൻ്റെ റെസിപ്പിയും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ബീഫിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതിനെ ബീഫ് വരട്ടുന്നോ ഒലർത്തുന്നോ പെരട്ടുന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വിളിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ബീഫാണേ. നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ഗ്രേവിയിലുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. പത്തിരി ചപ്പാത്തി പോലുള്ള ബ്രെഡിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ ഗ്രേവിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കിലോൻ്റെ അടുത്ത് ബീഫുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ചേർക്കുന്നത് കേട്ടോ. കൂടെ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ശേഷം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 5-6 വിസിലും അടുപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു മസാല മൂപ്പിച്ചെടുക്കാനുണ്ട്. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 ടേബിൾ സ്പൂൺ പച്ചമല്ലി, എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക്, ഇത്രയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി മല്ലി മുളകൊന്നും അങ്ങനെ മുഴുവനോടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 10-15 ചുവന്നുള്ളിയും 5-6 അല്ലി വെളുത്തുള്ളി, അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും 2 വലിയ തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ആ സെയിം മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടാറുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു ഉരുളിയോ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക, വെളിച്ചെണ്ണ വയ്ക്കുക, കറിവേപ്പിലിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ആ ഒരു ബീഫിൻ്റെ വിസിലെല്ലാം പോയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിലുള്ള ഒരു വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി തീരെ വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ ഒരു ഗ്രേവിയിൽ നിന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ തുറന്ന് ഇളക്കി വേണം അത് കുറുകി വരാൻ. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഗ്രേവിയിൽ അങ്ങനെ ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ. ഇത്ര പരിപാടിയിൽ കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നുള്ളത് അതിനനുസരിച്ച് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഡാർക്ക് കളറായി വരും കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫല്ലേ, ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക്സ് അറിയിക്കാനും